നാം പലപ്പോഴും ചിലരും പകലിലും സുരക്ഷിതാണെന്നൊരു ചിന്തയിലൂടെയാണ് നാം കടന്നു പോകുന്നവർ. നാം സുരക്ഷിതാണെന്ന് ചിന്തിക്കുമ്പോഴും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴൊക്കെയും ഈ മരണകരമായ സാഹചര്യങ്ങളെ നമ്മളെ പുച്ഛിച്ചെത്താൻ സാധ്യതയുണ്ട് എന്നൂടെ വചനത്തിലൂടെ ഊന്നൽ നൽകിക്കൊണ്ട് പങ്കുവെക്കുവാനായി ഞാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നാം പലപ്പോഴും ഈ ലോകം മൊത്തം പിടിച്ചടക്കിയാലും ഈ ദേശം മൊത്തം അടുക്കിയാലും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് മുന്നോട്ട് നയിക്കാനായി കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഈ ജീവിതം ഒരിക്കലും പൂർണ്ണതയിലെത്തുകയില്ല എന്ന് വിശുദ്ധ വചനവുമായി ഞാൻ ഒരുമിച്ച് നിങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് യേശു വിശ്വാസിയായാലും ഏത് വിശ്വാസത്തിലുള്ളവരായാലും ഹൈന്ദവ വിശ്വാസത്തിലുള്ളവരായാലും വിശ്വാസത്തിലുള്ളവരായാലും ക്രിസ്ത്യ വിശ്വാസത്തിൽ നയിക്കുന്നവരായാലും ആരായിരുന്നാലും അവർ ആയിരിക്കുന്ന വിശ്വാസത്തിൽ അവരായിരിക്കുന്ന സഭയുടെ അല്ലെങ്കിൽ ചട്ടങ്ങൾക്ക് ക്രമീകരണങ്ങൾക്ക് അനുസരിച്ച് തമ്പുരാനുമായി അല്ലെങ്കിൽ പടച്ചവനുമായി ദൈവത്വമായിട്ടുള്ള ഉടമ്പടിക്ക് അനുസൃതമായി നമ്മുടെ ജീവിതവുമായി നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനായി കഴിയുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ എന്ന് ഈ വിശുദ്ധ വചനത്തോട് ചേർന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നാം നിൽക്കുന്നതായ ഇടം, നാം പാർക്കുന്നതായ സ്ഥലം, നീ വസിക്കുന്നതായ ഇടം ഉറപ്പുള്ളതല്ല. കാരണം ഇത് ഈ ഭൂമിയിൽ നിന്ന് ഏതു സമയവും തകർന്നു പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നാം ജീവിക്കുന്നത്. വയനാടിന്റെ പ്രദേശം സുരക്ഷിതരാണെന്ന് ഓർത്ത് ജീവിച്ചതായ ജീവിതത്തിൽ ജീവിതമന്തി ഉറങ്ങിയതായ സമയങ്ങളിൽ അവരെ ജീവിച്ചതായ ജീവിത അടിയിൽ നിന്ന് അവരെ ജീവിതത്തിൽ ഉറക്കത്തിന്റെ നിദ്രയിൽ നിന്ന് അവരെ മരണകരമായ അനുഭവങ്ങളിലൂടെ വലിച്ചു നയിച്ചത് കൊണ്ടുപോയ അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏത് വിശ്വാസത്തിനായിരുന്നുവെങ്കിലും ഏത് വിശ്വാസിയായിരുന്നുവെങ്കിലും ആ വിശ്വാസത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് ജീവിപ്പാനായി നമുക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് സുരക്ഷിതമാകുന്ന ഒരു ഗണത്തിലേക്ക് നമുക്ക് ഉയർത്തപ്പെടുവാനായി കഴിയുള്ളൂ എന്ന് വിശുദ്ധ വചനത്തോടെ ചേർന്ന് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വേഗം ഓർപ്പിക്കുന്നത്, ഞാൻ നിൽക്കുന്നതായ സുറം ഉറപ്പുള്ളതല്ല, എന്നാൽ ഉറപ്പുള്ളതായ ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിലേക്ക് എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാനായി കഴിയുകയില്ല എന്ന് വിശുദ്ധ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുവാനായി ഞാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നാം നിൽക്കുന്നതായി ഈ ദേശത്ത് നാം ഏത് ഇരുനില കെട്ടിടങ്ങളായിക്കോട്ടെ, കോൺക്രീറ്റുകളാൽ നിർമ്മിച്ചതായ ഭവനമാണെങ്കിലും അതൊരിക്കലും ഒരു സുരക്ഷിതമായ ഒരു പാർപ്പിടമല്ല എന്ന് തറപ്പിച്ച് പറയുവാനായി ഞാൻ ശ്രമിക്കുകയാണ്. കാരണം നമുക്ക് ഉറപ്പ് ഉള്ളതായ ഒരു ജീവിതമാകുന്ന അനുഭവങ്ങളിലേക്ക് നാം കടന്നു പോകണമെങ്കിൽ ഉറപ്പുള്ളതായ ദേശത്തേക്ക് നമ്മളെ നയിക്കുന്നതായ ഒരു തമ്പുരാന്റെ കരുതൽ നമുക്ക് അനുഭവിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈ തമ്പുരാനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരണങ്ങളിലൂടെ ആത്മീയ ജീവിതങ്ങളിലൂടെ നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്, അത് സന്തോഷപൂർണമായി തീരുന്നത്. ഇങ്ങനെ ബൈബിളിൽ പ്രകാരം ഒരു വാക്യമുണ്ട്, കൂടാരമായ ഭൗയഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്തതായ ഒരു നിത്യഭവനം നിനക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന കർത്താവിന്റെ വചനം ഞങ്ങളോട് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് പോലെ നാം ഇന്ന് പാർക്കുന്നതായ ഭവനം കൂടാരമായ ഭൗയഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തതായ നമ്മളാൽ നിർമ്മിക്കപ്പെടാത്തതായ ഒരു വലിയ ഭവനം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് വളരെ വ്യക്തമായി തിരുവചനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണ്.